Hello friends, welcome back to my YouTube channel. You're watching Kavya Talkies. കുറേ നാളായി ഞാനൊരു വീഡിയോ എടുത്തിട്ട്. കുറേ നാളെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 1 മന്തിൽ കൂടുതലായെങ്കിലേ ഉള്ളൂ ഞാനൊരു വീഡിയോ എടുത്തിട്ട്. കേരളത്തിൽ നല്ല ചൂടാണല്ലേ, അൺസൈക്കബിൾ. ഫാനൊക്കെ ഓഫാക്കി ഈ ചൂടത്തിലൊരു വീഡിയോ എടുക്കുന്ന എന്നെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആസ്ക് മീ എനിത്തിങ് എന്നുള്ളതാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇതിങ്ങനെ ഒരു സംഭവം ഇവിടെയും കാണിക്കുന്നുണ്ടോ, ആ സാധനം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് നാളായി അത് ട്രെൻഡിങ് സാധനമായിരുന്നു. ഇങ്ങനെ എല്ലാവരും ആസ്ക് മീ എനിത്തിങ് ഇടുന്നു. ആൾക്കാർ 1 2 3 4 5 6 തൊട്ടൊരു 47-48 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് വന്ന് ഞാൻ ഇട്ടു, കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർക്കൊക്കെ ഞാൻ ആൻസർ കൊടുത്തു. എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തേക്കാം, കാരണം കണ്ടൻറ്റ് ഇല്ല, കണ്ടൻറ്റിൻ്റെ ക്ഷാമം കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കി ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യണം. ആസ്ക് മീ എനിത്തിങ്, അതിനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. ഇത്രയും ധൈര്യമുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ, പെൺകുട്ടിയൊന്നുമല്ല, കുറച്ച് വലുതായി, അപ്പം നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ട്. എന്തും എന്നോട് ചോദിച്ചോളൂ, ഞാൻ ആൻസർ പറയാം എന്നാണ് ഞാൻ പറയുന്നത്. എപ്പടി. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് ഈ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, ഞാൻ ആൻസർ പറഞ്ഞായിരിക്കും. ഈ മുഖത്ത് ഞാൻ വിയർത്തോണ്ടിരിക്കുകയാണ്, ബസ് നല്ല ചൂടാണ്. എന്തല്ലേ ക്വസ്റ്റ്യൻ ഒരു 47 or 48 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം, എൻ്റെ പേരെന്താണ്? കാവ്യലക്ഷ്മി GU, അതാണ് എൻ്റെ ഫുൾ നെയിം. കാവ്യലക്ഷ്മി ഒരുമിച്ചുള്ളതാണ്, സെപ്പറേറ്റ് കാവ്യലക്ഷ്മി അല്ല, കാവ്യലക്ഷ്മി ഒരുമിച്ചുള്ള പേരാണ്. എന്താണ് ഈ കാവ്യയും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടുകാർ അങ്ങനെയാണ് എനിക്ക് പേരിട്ടത്. പണ്ടൊന്നും എനിക്ക് ലക്ഷ്മി ഇഷ്ടമല്ലായിരുന്നു, കാവ്യ മാത്രം. ഞാൻ ആര് ചോദിച്ചാലും കാവ്യ എന്ന് ഞാൻ ഇപ്പോഴും പറയാറുള്ളൂ. പക്ഷേ കാവ്യലക്ഷ്മി ഒരു ഐഡൻറ്റിറ്റിയാണ്. കാരണം അധികം പേർക്കൊണ്ടൊന്നും എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും ഏതെങ്കിലും കാവ്യലക്ഷ്മി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൈറ്റാണ്. ഹൈറ്റ് ചോദിച്ചാൽ 156 or 7 അങ്ങനെ എന്താണ്. 5 feet 1 or 2 inch. ഏജ് ഈ ഇടയ്ക്ക് ഞാൻ നോക്കില്ല, പിന്നെ നിങ്ങളൊന്നും വെച്ചിട്ടില്ല. പണ്ട് ഞാൻ എത്രയേ ഉള്ളൂ, ഇപ്പോഴും അത്രേ ഉള്ളൂ. ഏജ് 26. ഐ കളർ ബ്ലാക്ക് ആണ്. ഹെയർ കളർ ഇറ്റ്സ് നോട്ട് ശരിക്കും ബ്ലാക്ക് അല്ല, വേറൊരു ബ്രൗണോ ഒരു ചെമ്പമുടിയോ അങ്ങനെ എന്തോ ഒരു മുടിയാണ്. ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ള ഒരു മുടിയാണ്. ബ്ലാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും എനിക്ക് ബ്രൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. റെഡ്, മജന്ത, ഓറഞ്ച്, യെല്ലോ, അങ്ങനെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന കളേഴ്സാണ് എനിക്കിഷ്ടം. ഒറ്റ കളർ പറയാൻ പറഞ്ഞാൽ ഇപ്പം റെഡ് എന്ന് വെച്ചു, ഇതൊക്കെ മാറും കേട്ടോ. ഇത് ഇപ്പോഴത്തെ ഈ മൊമെൻറ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് നാളെ ഇതൊന്നും ആയിരിക്കത്തില്ല. നാളെ വന്ന് ഫേവറേറ്റ് കളർ റെഡ് ആയിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല, വേറെ പറയും. ഞാൻ അങ്ങനെയാണ്. ഫേവറേറ്റ് ഫുഡ് പൊതുവെ എനിക്ക് ഹെവി ഫുഡ് ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. എന്നാലും എനിക്ക് കൂടുതൽ മധുരമുള്ള സാധനങ്ങളാണ് ഇഷ്ടം. ഈ ജിലേബി, പേസ്ട്രി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അല്ലെങ്കിൽ ഫേവറേറ്റ് ഫുഡ് ബിരിയാണിയേക്കാൾ എനിക്കിഷ്ടം ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ. ഐ എം നോട്ട് എ ബിരിയാണി ഫാൻ. ഫ്രൈഡ് റൈസ്. ഓക്കെ. ഫേവറേറ്റ് സോങ്, നല്ല ചോദ്യം. ഫേവറേറ്റ് സോങ് എന്ന് ചോദിച്ചാൽ അതെന്താ ഫേവറേറ്റ് സോങ്, അതെനിക്ക് കുറച്ച് നേരം ആലോചിക്കണം. ഞാൻ ആലോചിച്ചിട്ട് ആൻസർ പറയാം. ഓക്കെ, ഞാനതിവിടെ പെൻഡിങ്ങിലിട്ടേക്കുവാണ്. ഫേവറേറ്റ് TV ഷോ ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് മലയാളം മാത്രമേ കാണാറുള്ളൂ. വേറെ ഭാഷയിലുള്ള ബിഗ് ബോസുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, സോ എനിക്കറിയില്ല. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. ബിഗ് ബോസിനെ പറ്റി എന്തൊക്കെയോ ഉപവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിവേ, ഈ സീസൺ വലിയ രസമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഇരുന്ന് കാണും. TV ഷോ ബിഗ് ബോസ്. ഫേവറേറ്റ് മൂവി എനിക്ക് പൊതുവെ കോമഡി പടങ്ങളാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഫീൽ ഗുഡ് മൂവീസ് അങ്ങനെയൊക്കെ. അല്ലാതെ കുറേ അടി പിടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. തിയേറ്ററിൽ പോയി കാണാൻ രസമാണ്, പക്ഷേ എപ്പോഴും പിന്നെയും കാണുന്ന എപ്പോഴും കോമഡി പടങ്ങളായിരിക്കും. ഫേവറേറ്റ് മൂവി എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ഇഷ്ടമാണ്. പിന്നെ ദിലീപിൻ്റെ പഴയ കുറേ കല്യാണരാമൻ,
സദാനന്ദൻ്റെ സമയം, പട്ടണത്തിൽ സുന്ദരൻ, അങ്ങനെ ഓരോ പടങ്ങളുണ്ട്. അതൊക്കെ എനിക്കിഷ്ടമാണ്. ഫേവറേറ്റ് ബുക്ക്, ഒരുപാട് ബുക്കുകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, വളരെ കുറച്ച് ബുക്കുകൾ വായിച്ചിട്ടുള്ളൂ. വായിച്ചിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഐ ആം മലാല, മലാലയുടെ ഓട്ടോബയോഗ്രഫി ഉണ്ടല്ലോ, ഐ ആം മലാല, അതെനിക്കിഷ്ടമുള്ളൊരു ബുക്കാണ്. ഫേവറേറ്റ് സിംഗർ ചിത്ര ചേച്ചിയെ ഇഷ്ടമാണ്, ശ്രേയ ഘോഷാലിനെ ഇഷ്ടമാണ്. അവരുടെയൊക്കെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പാട്ട് കേൾക്കുന്ന ആളോ അവരെ ഫോളോ ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ഐ ആം മാരീഡ്. ഫസ്റ്റ് കിസ് എന്നൊക്കെ ചോദിച്ചാൽ ഫസ്റ്റ് കിസ് എപ്പോഴും മേ ബി വീട്ടിലാരെങ്കിലും ആയിരിക്കുമല്ലോ നമ്മൾ ഫസ്റ്റ് കിസ് ചെയ്താൽ, അമ്മയെങ്ങാണോ ആയിരിക്കും. മിസ് എനിവൺ, ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. മിസ് എനിവൺ, യെസ്. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് മിസ് ചെയ്യുന്നത് മൈ ഹസ്ബൻഡ് ആദിഷ്. ആൾ സൗദിയിലാണ്, ആൾക്ക് വട്ടാന്നല്ല, ആൾ സൗദിയിലാണ്. സോ നാട്ടിലില്ല, ഞാൻ നാട്ടിലാണ്. അപ്പം ആ ഒരു മിസ്സിങ്ങാണ്. എവിടെ പോയി ക്വസ്റ്റ്യൻ? മിസ് എനിവൺ എന്നായിരുന്നു കേട്ടോ ചോദ്യം. ലാസ്റ്റ് സോങ് ഐ ലിസൺ ടു, ലാസ്റ്റ് സോങ് ഞാൻ കേട്ട ലാസ്റ്റ് സോങ് ഏതായിരിക്കും? ഓ നോ, സോങ് ഒന്നും അങ്ങനെ കേൾക്കുന്ന ഒരാളല്ല ഞാനെന്ന് തോന്നുന്നു. ലാസ്റ്റ് സോങ് ഞാൻ കേട്ടത് ചിലപ്പോൾ ആവേശത്തിലെ പാട്ടായിരിക്കും, ഇല്ലുമിനാണ്ടി, അതായിരിക്കാം. പെറ്റ്സ്, എനിക്ക് പെറ്റ്സ് ഒന്നുമില്ലായിരുന്നു. എൻ്റെ 26 വയസ്സാവും വരെയും എനിക്കിതുവരെ പെറ്റ്സ് ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊരു മീനെയൊക്കെ വളർത്താൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. അല്ലാതെ പെറ്റൊന്നുമില്ല കേട്ടോ. ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് വായിക്കുമ്പം സയൻസ് അല്ലെങ്കിൽ മാത്സ്. സയൻസ് സബ്ജക്റ്റാണ് പൊതുവെ എനിക്കിഷ്ടം. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഒക്കെയാണ്, അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് ഫേവറേറ്റ് സബ്ജക്റ്റ്. ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ഈസ് സോഷ്യൽ സയൻസ്. അതിലും ഹിസ്റ്ററിയാണ് എനിക്ക് ഇഷ്ടമല്ല. ജോഗ്രഫി പിന്നെ സഹിക്കാം, ഹിസ്റ്ററി വർഷങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ ചോദിച്ചാൽ ഇതങ്ങനെ കൊണ്ടുപിടിക്കും, അത് ഞാൻ ലാസ്റ്റ് പറയാം. അല്ല, എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് അറിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. ഫോൺ ഞാൻ യൂസ് ചെയ്യുന്ന ഐഫോണാണ്, ഐഫോൺ 15. ലാസ്റ്റ് ടെസ്റ്റ് ഐ സെൻഡ്, അവസാനം ഞാൻ മെസ്സേജ് അയച്ചതാ കാണാം, ആദി. ലാസ്റ്റ് ടെസ്റ്റ് ഐ റിസീവ്ഡും ആദ്യ തന്നെയാണ്. സെക്കൻഡോടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇവിടെ നിന്ന് മെസ്സേജ് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഹഷ് ഓഫ് കിഡ്സ് ഐ വോണ്ട്, എനിക്ക് എത്ര ബേബീസ് വേണം എന്നാണ് ചോദ്യം. നല്ല ചോദ്യം. ബേബീസ് ഒരെണ്ണമൊക്കെ മതി. ഒരെണ്ണം തന്നെ ഇത് കേട്ടാൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്നെ അടിക്കാൻ വരും. പക്ഷേ ബേബീസ്, എനിക്ക് ജീവിക്കാൻ ബേബീസ് വേണം എന്നൊരു നിർബന്ധമൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. ബേബീസ് ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും, അങ്ങനെ ഒരാളാണ് ഞാൻ. ഇപ്പം എന്തോ പ്രശ്നമുണ്ടോയെന്ന് എനിക്ക് മനസ്സിലായില്ലേ? അല്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നല്ല. ശരി. ഫേവറേറ്റ് ആപ്പ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആപ്പ് ഞാൻ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്പുകളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അല്ല ഇപ്പം ഞാൻ യൂട്യൂബ്. സോഡിയക് സൈൻ ഈസ് കാപ്രിക്കോൺ, അങ്ങനല്ലേ പറയുന്നത്? കാപ്രിക്കോൺ. ഡിസംബർ 29. ഫേവറേറ്റ് വെക്കേഷൻ സമ്മർ വെക്കേഷൻ ആയിരുന്നു പണ്ട് ഫേവറേറ്റ്. ഇപ്പോൾ എല്ലാ സമയവും വെക്കേഷനാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് എല്ലാ സമയവും എനിക്ക് വെക്കേഷനാണ്. ഫേവറേറ്റ് സ്റ്റേറ്റ്, ഒരുപാട് സ്റ്റേറ്റുകളിലൊന്നും ഞാൻ പോയിട്ടില്ല. അവിടെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇവിടെയൊക്കെ അടുത്തൊക്കെ കിടക്കുന്ന കുറച്ച് സ്റ്റേറ്റൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. ജമ്മു കാശ്മീർ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാശ്മീർ ഒരു ഫേവറേറ്റ് സ്റ്റേറ്റാണ്. പിന്നെ പോയിട്ടുള്ളത് കേരളം തന്നെയാണ്, കേരള. സെലിബ്രിറ്റി ക്രഷ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ക്രഷ് എനിക്ക് ക്രഷൊന്നും അങ്ങനെ തോന്നാറില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഷാഹിദ് കപൂറിനെ പണ്ട് ഇഷ്ടമായിരുന്നു. ഷാഹിദ് കപൂർ. വോട്ട് ഐ ആം വിയറിങ്, ഇപ്പോൾ ഇട്ടിരിക്കുന്നതാണോ? ഇത് ടീഷർട്ടും ഒരു പാൻസുമാണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരാളാണ്. വൺ വിഷ്, ഒരാഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ മനുഷ്യനല്ലേ. ഒരാഗ്രഹം, അതെന്താ ഒരാഗ്രഹം? ഒരാഗ്രഹം അല്ലേ, ഒരാഗ്രഹം പറയാൻ പറഞ്ഞാൽ ഞാൻ എന്ത് പറയും?
ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നായിരിക്കും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതൊരു ആഗ്രഹമാണ്, പക്ഷെ അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം പറയാൻ, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ഫ്രണ്ട്സ് ആണുള്ളത്, ഒരുപാട് പേരുണ്ട്. ഇപ്പം ചൈതന്യ, ബിജി, കീർത്തന, റുക്സാന, അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, കുറേ പേരുണ്ട് കേട്ടോ. ദെൻ ലക്കി നമ്പർ, എനിക്കങ്ങനെ ലക്കി നമ്പർ ഒന്നുമില്ല. ആദ്യത്തെ ലക്കി നമ്പർ 9 ആണ്, അതെനിക്കറിയാം. എനിക്കങ്ങനെ ലക്കി നമ്പർ എനിക്ക് 1, 3, 5 ഇങ്ങനെ ഒറ്റ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് ഇഷ്ടമാണ്. അതെന്താണെന്നൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ലക്ക് ഫാക്ടറൊന്നും ഇല്ല കേട്ടോ. എനിക്കങ്ങനെ ലക്കുള്ള ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സ്പോർട്സ് ഐ പ്ലേ, ഞാനൊരു സ്പോർട്സ് പേഴ്സണേ അല്ല, ഞാൻ സ്പോർട്സ് കളിക്കാറില്ല. സ്പോർട്സ് പിന്നെ അല്ലെങ്കിൽ ഇനി ഇരുന്ന് കളിക്കുന്ന ചെസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, ഇതൊന്നും ഞാൻ സ്ഥിരം കളിക്കുന്ന സാധനമൊന്നുമല്ല. സ്പോർട്സ്, ഞാൻ സ്പോർട്സ് പേഴ്സൺ അല്ല. പിന്നെയും എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ബാഡ്മിൻ്റൺ ആയിരിക്കും, ബാഡ്മിൻ്റൺ, ഷട്ടിൽ, ദാറ്റ്സ് ഇറ്റ്. സിബ്ലിങ്സ് എനിക്കൊരു സിസ്റ്ററാണുള്ളത്, എൽഡർ സിസ്റ്റർ. ബിഗ്ഗസ്റ്റ് ഫിയർ, എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം വെള്ളം. സത്യം, എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനം വാട്ടറാണ്. ഞാൻ കോളേജിൽ ടൂർ പോകുമ്പോൾ നമ്മൾ റിവർ റാഫ്റ്റിംഗ് എന്നും പറഞ്ഞ അവന്മാർ നമ്മളെ ഒരിടത്ത് കൊണ്ടുപോകുമല്ലോ, ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ബോട്ടിൽ നിന്ന് അവന്മാർ നമ്മളെ തള്ളി വെള്ളത്തിലോട്ട് ഇടും. ആ സാധനം എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം വെള്ളത്തിൽ നമുക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒന്നാമത് സ്വിമ്മിങ് അറിയത്തില്ല, അപ്പം മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഒരു നാടുന്നു, ഇങ്ങനെ ഒരുമാതിരി ഒരു അവസ്ഥയിൽ കാല് തറയിൽ ചവിട്ടി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര പേടിയാണ് ആ സാധനം. അപ്പം ടൂർ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എനിക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ രാത്രിയിൽ പേടിച്ച് അതൊക്കെ ഇങ്ങനെ ഓർത്ത് കിടക്കുമായിരുന്നു. അതുപോലെ എനിക്ക് വണ്ടർലേ പോയാലും വാട്ടർ റൈഡ് കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പൂളിൽ, വേവ് പൂളിൽ അങ്ങറ്റമൊക്കെ ചെല്ലാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. പൂള് പിന്നെയും കുഴപ്പമില്ല, കാരണം കാല് തറ ചവിട്ടല്ലോ. എന്നാൽ ആ വേവ് വരുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് മൂലയും. സോ ബിഗ്ഗസ്റ്റ് ഫിയർ ചോദിച്ചാൽ എനിക്ക് വാട്ടർ തന്നെയാണ് പേടി. ഷൂ സൈസ് എൻ്റെ കുഞ്ഞു കാല 5 അല്ലെങ്കിൽ 6, ചെറിയ കാല. ബീൻ ബുള്ളീഡ് മീൻസ് ബോഡി ഷെയ്മിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ബോഡി ഷെയ്മിങ്, അത് നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സിനിടയിലും ഒക്കെ നമ്മൾ ബോഡി ഷെയ്മിങ് മീൻസ് മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാലത്തല്ല, ഈ ഇടയ്ക്ക് വരെ ബോഡി ഷെയ്മിങ് ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയ കഥയാണ്, ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ഇറക്കാൻ പറ്റുന്നത്, സീരിയൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റാണ്. ഫേവറേറ്റ് സീസൺ ഇപ്പം എനിക്ക് ഏറ്റവും ആവശ്യം മഴയാണ് കേട്ടോ. മൺസൂൺ സീസൺ ഒന്ന് വന്നായിരുന്നെങ്കിൽ കേരളത്തിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാ ചൂടാ. ഫേവറേറ്റ് പ്ലേസ്, എനിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള, എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകണം ആഗ്രഹമുണ്ട്, പാരീസിൽ പോകണം, അങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. അവിടെയൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫേവറേറ്റ് പ്ലേസ് പോയിട്ടുള്ളത് എനിക്കിഷ്ടം ബീച്ചുകളാണ്. ഏത് ബീച്ചാണെങ്കിലും എനിക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് അവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടം. ആ ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈമിൽ നൈറ്റ് പോയ ബീച്ച് കാണാൻ പറ്റില്ല, എന്നാലും ബീച്ച് കാണാം. ആ സമയത്ത് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് കോട്ട് ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ടില്ല, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്, എവറിത്തിങ് ഈസ് ചേഞ്ചിങ്, അങ്ങനെ സംഭവമില്ലേ, അത് ഭയങ്കര സംഭവമാണ്. അതുപോലെ ടൈം, കാലമെല്ലാം അയച്ച് കളയും എന്നൊക്കെ പറയാറില്ലേ, ആ സംഭവം. ടൈം ഹീൽസ് എവറിത്തിങ്, ഇങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ കോട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഫേവറേറ്റ് ലിറിക്സ് മറ്റേ അമ്പിളിയിലെ മറ്റേ സോങ് ഉണ്ടല്ലോ, ആ സോങ് ആണ്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ബിലീവ് ഇൻ ഗോസ്റ്റിൽ വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ഗോസ്റ്റ് അനുഭവങ്ങൾ, ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഗോസ്റ്റ് ആണോ അതോ ഇനി മനസ്സിൻ്റെ തോന്നലാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. വെർജിൻ, നോ ഐ ആം മാരീഡ്, അപ്പോൾ പിന്നെ വെർജിൻ ആവാൻ സാധ്യതയില്ലല്ലോ. ക്രഷ്, ഇനിഷ്യൽ ക്രഷാണോ ചോദിച്ചത്? ക്രഷ് തോന്നിയൊരു ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ്. ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല, നാട്ടിലുള്ള ഒരു പയ്യൻ. എവർ സെൽഫ് ഹാംഡ് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കെടുത്ത് തലക്കടിച്ചിട്ടുണ്ടോ എന്നാണോ ചോദ്യം. ഞാൻ എന്നെ തന്നെ ഹാം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രാന്തകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇല്ല, സെൽഫ് ഹാം ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മയില്ല. മിഡിൽ നെയിം എന്താ ഉദ്ദേശിച്ചത്?
കാവ്യ ലക്ഷ്മി ജിയു. മിഡിൽ നെയിം എന്ത് വേറെ വല്ല ഡബിൾ മീനിങ് ഉണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിത്തിങ് യു വോണ്ട്, അതാണ് ലാസ്റ്റ്. എനിത്തിങ് യു വോണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാണോ? ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 1 2 3 3 ക്വസ്റ്റ്യൻ. ഞാൻ ഈ ഫേവറേറ്റ് ലിറിക്സ് ഞാൻ പറയാം. വിജനമാമിൻ വഴിക്കറിയാം അതെന്നാലും ഇന്നും പ്രിയമുള്ളോരാളാരും വരുവാനുണ്ടെന്നും ഞാൻ വെറുതെ. ആ സോങ് ആണ്, സോറി, മൈ ഫേവറേറ്റ് സോങ് ഈ പാട്ടാണ്. അങ്ങനെയൊന്നുമില്ല, കുറേ പാട്ടുകളുണ്ട്, അതിനകത്ത് ഈ ഫേവറേറ്റ് ഇത് എനിക്കിഷ്ടമുള്ള പാട്ടാണ്. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് 56% ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ നോക്കിയായിരുന്നു. ഫേവറേറ്റ് ലിറിക്സ് മറ്റേ ലിറിക്സ് കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല. മീൻസ് അമ്പിളിയിലെ ആ സോങ് ഉണ്ടല്ലോ, ആ സോങ്ങിലെ ലിറിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ അപ്പം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആസ്ക് മീ എനിത്തിങ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ ആൻസർ പറയുന്നതായിരിക്കും. ഇത്രയും നാളും ഒരു മാസമായിട്ട് വീഡിയോ ചെയ്യാൻ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കസിൻസ്, മൈ ഡിയർ ഹസ്ബൻഡൊക്കെ ചോദിച്ചിരുന്നു വീഡിയോ എന്താ ചെയ്യാത്ത, എന്തെങ്കിലും എടുത്ത് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത്. കണ്ടന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് എന്താ, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടായിട്ടല്ലല്ലോ എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊരു ആൻസറാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഈ ഇയർ എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു തെറ്റായ തോന്നലാണ്, എന്നാലും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ലേശം ഉളപ്പി, വീഡിയോ ചെയ്യാനൊരു മൂഡുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യാൻ ഒരു മാസത്തോളം വൈകിയത്. പക്ഷേ ഇപ്പം എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു ചിലവൊന്നുമില്ലല്ലോ, വെറുതെ സബ്സ്ക്രൈബ് ചെയ്താൽ പോലെ. പ്ലീസ് സബ്സ്ക്രൈബ്, ഓക്കെ. അപ്പോൾ പിന്നെ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.